ഇത്തരം വിഷയങ്ങൾ സാധാരണ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ നമ്മൾ അനാലിസിസിനായി തിരഞ്ഞെടുക്കാറില്ല. നമ്മൾ ദേശീയ വാർത്തകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ ഈ വിഷയം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളുടെ തലക്കെട്ടും ഈ വാർത്ത തന്നെയാണ്. നമ്മളുടെ ഒരു പോളിസി ദേശീയ വാർത്തകൾ അല്ലെങ്കിൽ ദേശീയ വാർത്തയ്ക്കൊപ്പം നിൽക്കുന്ന കേരള വാർത്തയുടെ തലക്കെട്ടുകളാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഹേമന്തകാലമാണെന്ന് പറയേണ്ടി വരും. ഒരു ഋതുകാലമാണ് ഹേമന്തം എന്ന് പറയുന്നത്. ശിശിരം പോലെ ഒരു കാലം. ഈ ഹേമന്തകാലത്താണ് ദീപാവലി ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ നടക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഹേമന്തം ആരംഭിച്ചിരിക്കുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ഈ ഋതുകാലം സാധാരണ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് തന്നെ ഇവിടെ അത് ആരംഭിച്ചിരിക്കുന്നു. എല്ലാം നമുക്ക് ഉത്സവമായതുകൊണ്ട് ഇതും അങ്ങനെ ആഘോഷിക്കുന്നു. ഈ റിപ്പോർട്ടിൻ്റെ മെറിറ്റിലേക്കും ഡീമെറിറ്റിലേക്കും പോകുന്നില്ല. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത്. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്, ഒരിക്കലും കമ്മീഷനാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. കമ്മീഷനും കമ്മിറ്റിയും രണ്ടാണ്. ആനയും ആടും പോലുള്ള വ്യത്യാസമുണ്ട്. മറ്റൊന്ന് നിയമമാണെങ്കിൽ വേറൊന്ന് നിയമത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇതിൽ 3 പേരായിരുന്നു ഇതിലുണ്ടായിരുന്നു. ഒന്ന് വത്സലകുമാരി, കളക്ടറായിരുന്നു, റിട്ടയർഡ് ആയതാണ്. മറ്റൊന്ന് നമ്മുടെ പ്രശസ്ത നടി ശാരദ. ഇവർ 3 പേര് ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ്. ഇവർ സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങളും ഒപ്പം തന്നെ അവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങളുമൊക്കെ വിശദമായി തന്നെ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്. 2019 സംസ്ഥാന സർക്കാരിന് നൽകിയ ഒരു റിപ്പോർട്ട്. ഇത്രയും നാൾ എന്തായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നു. ഇതുകൊണ്ട് എന്താണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്താത്തത്? 233 പേജുണ്ടെന്ന് പറയുന്നു. പേജുകളിൽ തന്നെ ചാനലുകൾ വിവിധ തട്ടിലാണ്. പേജ് എത്ര ഉണ്ട് ഇല്ല എന്ന് നമുക്കറിയില്ല. ഏതായാലും സരിതയുടെ കത്ത് പോലെ ആകാതിരുന്നാൽ ഭാഗ്യം. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ കൂടുതലായി ഇപ്പോൾ ഇത് വാർത്തയായി വരാവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും വർഷം കഴിഞ്ഞ് 2019 സബ്മിറ്റ് ചെയ്ത ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വെളിച്ചം കാണുന്നത് 2024 ഏതായാലും ആ റിപ്പോർട്ട് ഇപ്പോൾ വലിയ ചർച്ചയായിരുന്നു. എല്ലാ മാധ്യമങ്ങളും രാവിലെ മുതൽ രാത്രി വരെ ആ റിപ്പോർട്ടിനെ ചൊല്ലിയാണ് വലിയ തർക്കങ്ങളും വലിയ ചർച്ചകളും സംഘടിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പൊതുവെ വാർത്താ ദാരിദ്ര്യമുള്ള സമയമാണ്. അതുമാത്രവുമല്ല, സർക്കാരിനെതിരെ അനവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന സമയവുമാണ്. ഇതിൽ നിന്നൊക്കെ ട്വിസ്റ്റ് ചെയ്യാൻ പലപ്പോഴും ഇത്തരം വാർത്തകൾ മാധ്യമങ്ങളെയും ഒപ്പം തന്നെ ഭരണസ്ഥിരാകേന്ദ്രങ്ങളെയും സഹായിക്കാറുണ്ട്. ഒരു സരിതയാണ് പല അഴിമതി കഥകൾ മുക്കി തന്നത് എന്നുള്ളത് നാം ഓർക്കണം. ഏതായാലും അതിനുശേഷം മാധ്യമങ്ങൾക്ക് വീണ് കിട്ടിയ ഒന്നാണിത്. ഈ റിപ്പോർട്ട് നാം എന്തിനു ചർച്ച ചെയ്യണം എന്ന് ചോദിച്ചാൽ, ചർച്ച ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യം അതിലുണ്ടോ എന്ന് നമുക്ക് ബോധ്യം വന്നിട്ടില്ല. കാരണം ഇത് പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കുന്നതോ ഇല്ലെങ്കിൽ സാധാരണ ജനത്തിൻ്റെ വയറ്റത്തടിക്കുന്നതോ ആയ ഒരു കാര്യവും ഇതിലില്ല. ഇത് ഒരു മേഖലയിൽ, സിനിമ എന്ന് പറയുന്ന ഒരു തൊഴിലിടത്തിൽ നടക്കുന്ന അവിടുത്തെ ചൂഷണങ്ങളെയും ഇല്ലെങ്കിൽ അവിടെ നടക്കുന്ന കൊള്ളരുതായ്മകളെയും ഒക്കെ തുറന്നു കാട്ടപ്പെടുന്ന, ഇല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അത് ഇതിലും മാത്രം ചർച്ച ചെയ്യാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. കാരണം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും പരാതി പറഞ്ഞവരുമൊക്കെ നമുക്ക് സുപരിചിതരായിട്ടുള്ള സിനിമാ താരങ്ങളാണ്. അവർക്കാകുമ്പോൾ കുറച്ചുകൂടെ മൂല്യം കൂടും. ഈ ചൂഷണം സിനിമാ മേഖലയിൽ മാത്രമല്ല സമസ്ത മേഖലയിലും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഏത് മേഖലയിലെടുത്താലും ആ മേഖലയിലേക്ക് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളും ചൂഷണങ്ങളുമുണ്ട്. പക്ഷേ അവരൊന്നും സെലിബ്രിറ്റികളല്ലാത്തതുകൊണ്ടും അവരെ നമുക്ക് പരിചയമല്ലാത്തത് കൊണ്ടുമാണ് ഇത്തരത്തിൽ ഈ മേഖലയിൽ ഉള്ളവർക്ക് ഇത്തരം ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. അത്രമാത്രമേ ഈ വാർത്തയുടെ ഒരു തലമുള്ളൂ. മറ്റൊരു തലം, ഇതിനും മാത്രം ചർച്ച ചെയ്യാൻ എന്താണ് ഇതിൽ ഉള്ളതെന്ന് ചോദിച്ചാൽ, കുറേ പീഡനങ്ങളുണ്ട്. പലതും വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള വെളിപ്പെടുത്തലാണ്. ഇന്നലെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ചെന്ന് മൊഴി കൊടുത്തവർ അല്ലാത്തവരാണ് പുറത്തുനിന്ന് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഇതിൽ ഏതാണ് യാഥാർത്ഥ്യമെന്നറിയില്ല. കാരണം ഇത്തരം റിപ്പോർട്ടുകളുടെ പുറകിന് സാധാരണഗതി ഞങ്ങൾ പോകാറില്ലാത്തത് കൊണ്ടാണ്. കാരണം ഇപ്പോൾ അത് ദേശീയ തലക്കെട്ടായി മാറി, അതൊരു വലിയ വിഷയം തന്നെയായി മാറിയിരിക്കുന്നു. കാരണം അത് ഈ കേരളം കടന്ന് പല സംസ്ഥാനങ്ങളിലേക്കും ഈ റിപ്പോർട്ടിൻ്റെ വാർത്ത എത്തുമ്പോൾ അതിൻ്റെ തലക്കെട്ടുകൾ മാറുന്നുണ്ടെന്നുള്ള കാര്യം മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് മൊത്തം ഇവിടെ ആകെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. അതായത് വലിയ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരും സ്ത്രീ പീഡകരുമൊക്കെയായി മലയാള സിനിമയെ മാത്രമല്ല പലരെയും ചിത്രീകരിക്കുന്ന തലത്തിലേക്കൊക്കെ അത് പോകുന്നുണ്ട്. അത് വാർത്തയ്ക്ക് എരിവും പുളിയും നൽകി മാധ്യമങ്ങൾ നൽകുന്ന വാർത്തയുടെ ചുടുപിടിച്ച് തന്നെയാണ് മറ്റു മാധ്യമങ്ങളും, അതായത് കേരളത്തിന് പുറത്തുള്ള മാധ്യമങ്ങളും നൽകുന്നത് എന്നുള്ള കാര്യം കൂടി നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായി പറയുന്നത് സിനിമ എന്ന മേഖലയിലെ ചൂഷണങ്ങളെക്കുറിച്ചും തൊഴിലിടങ്ങളിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമാണ്. ഇതിനെക്കുറിച്ച് പ്രധാനമായും നമ്മുടെ സംസ്ഥാനത്ത് സംസാരിക്കേണ്ട വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് മുഖ്യമന്ത്രി. കാരണം ആഭ്യന്തര വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ട് പ്രധാനമായും
ശ്രീ പിണറായി വിജയനാണ് പ്രതികരിക്കേണ്ടത്. അദ്ദേഹം പ്രതികരിച്ചു, നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന്. പിന്നീട് ഇതിൽ പ്രതികരിക്കേണ്ട ഒരു വ്യക്തി നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ എന്ത് പ്രതികരണമാണ് നടത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. മൂന്നാമത് ഇതിൽ പ്രതികരിക്കേണ്ട വ്യക്തി തൊഴിൽ മന്ത്രിയാണ്. കാരണം ഇതിൽ തൊഴിലിടത്തിൽ നടന്ന പ്രശ്നങ്ങളും ചൂഷണങ്ങളുമാണ്. ഇനി പിന്നെ ഇതിൽ ഇടപെടേണ്ട വ്യക്തികൾ മനുഷ്യാവകാശ സംഘടനകളുടെ വനിതാ കമ്മീഷൻ, ഇവർക്കെല്ലാം ഇതിൽ ഇടപെടാൻ കഴിയുന്ന ഒന്നാണ്. ഏതായാലും റിപ്പോർട്ട് പൂർണ്ണമായി ആരുടെയും പക്കലില്ല. റിപ്പോർട്ടിൻ്റെ കുറേ പേജുകൾ ഇപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം അതിൽ ചിലരുടെ പേരുകളുണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഏതായാലും ഈ റിപ്പോർട്ട് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കും. ഇതിനിടയിലാണ് ഇന്നലെ നമ്മുടെ ശ്രീ സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നതുമായ കാര്യം. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. ശ്രീ സുരേഷ് ഗോപി ഇന്ന് കേന്ദ്ര മന്ത്രിയാണ്. സ്വാഭാവികമായും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി എന്ന നിലയിലും തൃശ്ശൂരിൻ്റെ MP എന്ന നിലയിലും BJPയുടെ നേതാവെന്ന നിലയിലും അദ്ദേഹത്തോട് തന്നെയാകും മാധ്യമങ്ങൾ ഇന്നലെയും ഇന്നും നാളെയും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ മറുപടി പറയുക, ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് ആ വഴി നോക്കാം. കാരണം മാധ്യമങ്ങളുടെ ജോലി ഇത്തരം കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും സുരേഷ് ഗോപി ഈ മന്ത്രിയായി തുടരുന്നിടത്തോളം കാലം, MP ആയി തുടരുന്നിടത്തോളം കാലം സ്വാഭാവികമായി തന്നെ മാധ്യമങ്ങൾ ചോദിച്ചു എന്ന് വരാം. ഇനി അദ്ദേഹം സിനിമാ നടനായാലും അത്തരത്തിൽ മാധ്യമങ്ങൾ ചോദിച്ചു എന്ന് വരാം. അതുകൊണ്ട് സുരേഷ് ഗോപി ഇന്നലെ വളരെ ശോഭിതനായി കാണപ്പെട്ടു. ഏതായാലും സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു രീതി, അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ്, നല്ല വ്യക്തിയാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു രീതികൾ അത്ര സുഖകരമായി തോന്നുന്നില്ല. ഒരുപക്ഷെ സിനിമയിൽ സുരേഷ് ഗോപിയെ സ്റ്റാറാക്കിയത് അദ്ദേഹമെന്ന നടൻ മാത്രം വിചാരിച്ചിട്ടല്ല, പകരം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, അതായത് രഞ്ജീവ് പണിക്കറെ പോലുള്ള നല്ല സ്ക്രിപ്റ്റ് റൈറ്ററും ഷാജി കൈലാസിനെ പോലെയുള്ള നല്ല ഡയറക്ടർമാരും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഒരു സ്റ്റാറായി ഉയർന്നു വന്നതും ആ സിനിമകൾ ജനം കണ്ടതുകൊണ്ടാണ് അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയതും. ഇന്ന് അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് എഴുതാൻ ആരുമില്ല, ഡയറക്റ്റ് ചെയ്യാനും ആരുമില്ല. അതിൻ്റേതായ കുറവുകൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ, അതായത് മന്ത്രി എന്ന നിലയിലും MP എന്ന നിലയിലും നിഴലിച്ച് കാണുന്നുമുണ്ട്. അതായത് സിനിമയിൽ അത്തരം കൈയടി നേടുന്ന ഡയലോഗുകൾ എഴുതുന്ന തല ഇന്ന് അദ്ദേഹത്തിനോടൊപ്പമില്ല. അതുപോലെ തന്നെ അതിനെ കോർത്തിണക്കി വെട്ടിക്കുട്ടി നല്ല രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള ഡയറക്ടർ ഇന്ന് അദ്ദേഹത്തിന് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം പലപ്പോഴും പല രീതികളിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവൻ സിനിമയാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ കഷ്ടപ്പെട്ട് ഈ ഒരു പണിക്ക് നിൽക്കരുതായിരുന്നു. അത് തുറന്നു പറയുന്നുണ്ട്, യാതൊരു മടിയുമില്ല. കാരണം നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, കാരണം അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ ഒരു മന്ത്രിയാണ്, അതല്ലാതെ കേരളത്തിൻ്റെയോ തൃശ്ശൂരിൻ്റെയോ മന്ത്രിയല്ല. ഒരു മന്ത്രി പ്രതികരിക്കേണ്ടതായ ചില രീതികൾ ഉണ്ട്, ചില മര്യാദകളുണ്ട്. പക്ഷേ ആ മര്യാദകൾക്ക് അപ്പുറത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാര രീതി. അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലെ കാര്യം, ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഓഫീസിലെ കാര്യം, അങ്ങനെ താങ്കളുടെ സൗകര്യത്തിന് ചോദ്യം ചോദിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. കാരണം ഇത് താങ്കൾ ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ മണിപ്പൂരിനെ കുറിച്ച് ചോദിച്ചെന്നിരിക്കാം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് ചോദിച്ചെന്നിരിക്കാം. താങ്കളുടെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കൂ എന്നാണ് താങ്കൾ പറയേണ്ട ഒരു കാര്യം. പിന്നെ ഈ വെറുതെ നമ്മൾ ഒരു സിനിമാ സ്റ്റൈലിൽ വന്ന് നിന്ന് സംസാരിച്ചത് കൊണ്ട് ജനം തിയേറ്ററിൽ കൈയടിക്കും, പക്ഷെ പബ്ലിക്കിൽ കൈയടിക്കില്ല. ഏതായാലും നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ഉള്ളതുകൊണ്ട് തന്നെ സൂപ്പർ സ്റ്റാറായി വന്ന ശ്രീമാൻ സുരേഷ് ഗോപിക്ക് ഒരു ഡയറക്ടറെയും സ്ക്രിപ്റ്റ് റൈറ്ററെയും എത്രയും പെട്ടെന്ന് BJP കണ്ടെത്തി നൽകുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി ശോഭിക്കാൻ കഴിയുമായിരിക്കും. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലോ യാതൊരുവിധ കുറ്റവും പറയാനില്ല. നല്ല മികച്ച ഒരു ജനപ്രിയനായ ഒരു ജനോപകാരിയായ ഒരു മനുഷ്യൻ തന്നെയാണ്, യാതൊന്നുമില്ല. പക്ഷേ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യും എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. ഒന്ന് കൺട്രോൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഒരു ആക്ഷൻ പറയണം, പിന്നൊരു കട്ട് പറയണം, അവിടെ തീർന്നതേ ഉള്ളൂ കാര്യങ്ങൾ. അതല്ല എങ്കിൽ അങ്ങനെ വാരി വലിച്ചു പോകും. ഒടുവിൽ കട്ട് ചെയ്യാൻ പറ്റില്ല, എഡിറ്റിങ്ങും നടക്കില്ല. കാരണം ഇത് സിനിമയല്ലാത്തത് കൊണ്ട്. ഏതായാലും ഈ വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ട് വരേണ്ടത് ചിലരുടെ ആവശ്യമായിരുന്നു. മാധ്യമങ്ങൾക്ക് വാർത്ത ദാരിദ്ര്യമുള്ള സമയമാണ്, അതൊന്ന്. മറ്റൊന്ന്, റീച്ച് കൂട്ടുവാൻ വേണ്ടി, ഇല്ലെങ്കിൽ അതിൻ്റെ റേറ്റിംഗ് കൂട്ടുവാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ദിനം പ്രതി അനവധി കഥകളുമായി രംഗത്ത് എത്തുന്നുമുണ്ട്. ഇതിൽ അല്പം മസാലയുള്ളതുകൊണ്ട് മലയാളിയുടെ ഒരു ദുർബലത എവിടെ എന്ന് ചോദിച്ചാൽ, ഇല്ലെങ്കിൽ വീക്ക്നെസ് ഏത് എന്ന് ചോദിച്ചാൽ അത് ഒളിഞ്ഞുനോട്ടമാണ് എന്ന്. അതായത് മറ്റുള്ളവരുടെ സ്വകാര്യ ഇടങ്ങളിൽ ഒളിഞ്ഞു നോക്കി രസിക്കുകയാണ് എല്ലാ ഭൂരിപക്ഷം പേരുടെയും ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇത്തരം ഗോസിപ്പുകൾ കാണുകയും അതിൽ രസിച്ച് കിടക്കുകയും എന്നാൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സമൂഹമാണ് നമ്മുടേത്. ശരിക്കും ഈ സമയത്ത് ഉയർന്നു വരേണ്ടത് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിൽ നിന്ന് ജനം മാറിയിരിക്കുന്നു. അവർക്കിപ്പോൾ സിനിമാക്കാരുടെ
ഇത്തരത്തിലുള്ള കഥകൾക്കാണ് താല്പര്യം. പ്രധാനമായി ഓണം ഇങ്ങെത്തി, ഓണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ്. നമ്മുടെ സപ്ലൈകോയിൽ എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോക്കുണ്ട്, ഈ സാധനങ്ങൾ എത്തുമോ, കൃത്യമായി പെൻഷൻ നൽകാൻ കഴിയുമോ, ഇല്ലെങ്കിൽ ഈ ഓണക്കാലത്തിന് ശേഷം സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം നൽകാനുള്ള പണമുണ്ടോ? അങ്ങനെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് നട്ടം തിരിയുന്ന ഒരു സർക്കാരിനോട് അനവധി ചോദ്യങ്ങൾ ചോദിക്കാൻ നട്ടലുള്ള ആണുങ്ങൾ മുമ്പോട്ട് വരുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഹേമന്തം ഇവിടെ വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനമെന്നറിയില്ല. ഏതായാലും ഇത് പൊതുഖജനാവിന് നഷ്ടം വരുത്തുന്നതല്ല, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുത്തുന്നതല്ല, ഇനി പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിൽ ബാധിക്കുന്നതല്ല. ഇതിൽ ഒരു ലൈംഗിക പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ ശരാശരി ഈ നാട്ടിൽ എന്താണോ ലൈംഗിക പീഡനത്തിനും ഇല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിനുമൊക്കെ നൽകുന്ന ശിക്ഷ അത് ഇവർക്കും ബാധകമാണ്. കാരണം സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിൻ്റെ ഒരു ഭാഗത്ത് രാഷ്ട്രീയം കുത്തിക്കയറ്റി കഥകൾ, മറ്റു ഭാഗത്ത് മസാലകൾ കുത്തിക്കയറ്റിയുള്ള കഥകൾ, ഇതിലൊക്കെ എന്ത് സ്കോപ്പുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വാർത്ത ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായി മാറുന്നു, ദേശീയ തലത്തിൽ തന്നെ വലിയ തലക്കെട്ടായി മാറുന്നു. എന്തൊക്കെയോ ഇവിടെ വളരെ മോശമാണെന്നുള്ള രീതിയിലാണ്. അത്തരത്തിൽ തന്നെ പോകുന്നത് കൊണ്ടാണ് ഇതൊരു പോയിന്റിലേക്ക് അനാലിസിസായി എടുത്തത്. ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ഇതൊരു കമ്മീഷനുള്ള കമ്മിറ്റിയാണ്. ഈ റിപ്പോർട്ട് ചർച്ച ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കുന്ന അനവധി പ്രശ്നങ്ങളുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. ഈ ഓണക്കാലത്ത് അത് മുക്കിക്കളയരുത്. ഓണം കഴിഞ്ഞ് പലതും കിട്ടിയില്ല എന്ന് ജനം പറയുമ്പോൾ കേന്ദ്രം തന്നില്ല എന്ന് പറയാനുള്ള മറുപടിയും തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം ഓർമ്മയിലുണ്ടാകണം. ഏതായാലും എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, കഴമ്പില്ലാത്ത കാര്യങ്ങളുടെ പുറകിന് വലിയ രീതിയിൽ മീഡിയ പോകുമ്പോൾ അതിനപ്പുറത്ത് കഴമ്പുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അത് വൈകിയാണെങ്കിലും കേരളം മനസ്സിലാക്കിയ നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇല്ലായെങ്കിൽ നമുക്കിതുപോലെ ഇക്ലിപ്പെടുത്തുന്ന അനവധി കഥകൾ കേട്ട് രസിക്കാം. അത് നമ്മളെ രസിപ്പിക്കാൻ ഇപ്പോൾ ഈ റേറ്റിംഗിൻ്റെ ഒരു വലിയ മത്സരം നടക്കുന്നുണ്ട്. രസിപ്പിക്കാൻ മാധ്യമങ്ങളും ഉണ്ടാകും. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ മലയാളത്തിൻ്റെ ഇന്നത്തെ അനാലിസിസ്. നന്ദി, നമസ്കാരം.